എമിലി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ തടി നിന്റെ കൈക്കറി പിടിച്ച സത്യമല്ലേ? അവൻ ചുമ്മാ പിടിച്ചോ കളിക്ക്, ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു. എന്നാ പിന്നെ പ്രിൻസിപ്പൾ മുമ്പിൽ പറയാത്തെന്തേ ചുമ്മാ കളിക്ക് പിടിച്ചാണെന്ന്? എനിക്കപ്പൊ അങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. അല്ല ഞാൻ സംസാരിക്കല്ലേ, അതാദ്യം കേക്ക്. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിനക്ക് അവനത്തെ സിമ്പതി എന്തോന്നു ആ പുറിഞ്ചുവിന്റെ അടുത്ത്? ചുമ്മാ അപവാദം പറയല്ലേ. അവർക്ക് പുറിഞ്ചുവിന്റെ അടുത്തല്ല സിമ്പതി, പിന്നെ മമ്മൂന്റെ പ്ലീസ്. ചൊറിയല്ലേ, ചുമ്മാ അവളെ ചൊറിച്ചെന്ന് വിളിക്കുന്നു. ആടി ചൊറിച്ചു വിളിച്ചോ. ഇവിടെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല, പോയി എന്തേ ചെയ്തേ പറ്റൂ. പോയിട്ട് എന്ത്? ഒന്നുമില്ല അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അവരിൽ ഒരാളെ കൊണ്ട് പ്രിൻസിപ്പളിന്റെ മുമ്പിൽ നിർത്താന്ന് വെച്ചാ നടക്കാത്ത കാര്യമാണ്. ഞാനപ്പോൾ ക്ലാസ് കയറട്ടെ. ക്ലാസ്സിൽ കയറണ മുഖത്ത് കണ്ണീരിക്കണം, തുടച്ചോളാം. എന്റെ കരച്ചിലും പൊയ്ച്ചിലൊക്കെ തീർന്നില്ലേ? ആ പൊയ്ക്കോ. നിവർത്തിയില്ലാത്തോണ്ടല്ലേ ഡേ നമ്മളിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്. ഡേ പോടെ. എല്ലാവരും അവനെ കൂടുതൽ കൂട്ടാനൊന്നും പറ്റില്ല. അണ്ണാ, ഓ അമ്മ നടക്കാത്ത കാര്യം. അച്ഛൻ ഇങ്ങോട്ട് എന്നായി പറഞ്ഞുകൊണ്ട് എന്നാ കൊല്ലും. ഛേ, ഞാൻ പോയി വീട്ടില് ഒരുമാതിരി നഴ്സറി പിള്ളേരെ പോലെ. അണ്ണ എങ്ങനെ പോയി പറയണ? അത് എന്നടേ ഞാനും ആലോചിക്കുന്നത്. നാണക്കേട്. ഇപ്പൊ ഒരു കാര്യമേ രക്ഷയുള്ളൂ. കുറിച്ചു രവിട്ട് നമുക്ക് എന്റെ ഉമ്മന്റെ അടുത്ത് പോയി കാര്യം പറയാം. ഉമ്മ വരുന്ന ഉറപ്പാ? ഉറപ്പാണോ? എന്തായാലും വരും. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് എടുത്താടി പറയാൻ പാടില്ല. നമ്മളവിടെ പോയി ഇരുന്ന് കുറച്ചേരം ഉമ്മയുടെ അടുത്ത് സംസാരിച്ച് പഞ്ചത്തിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ വകുപ്പിൽ പറഞ്ഞു വന്നു ഞാൻ വരും. ഓക്കെ, അതാ നല്ല. വരും വരും വരും, ഉമ്മ എന്തായാലും വരും. പെട്ടെന്ന് പറയരുത്, നമുക്ക് പ്രഷറിന്റെ അസുഖമുള്ള. എടാ ഞാൻ പറഞ്ഞോ അതോ നിങ്ങൾ പോയിട്ട് വരുമോ? അണ്ണൻ കൂടെ വരണോ? അണ്ണൻ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചളി ഉണ്ട് നോക്കണേ. അത്രയും ചെളിയും വെള്ളമാണല്ലേ? ആ, ഞങ്ങൾ ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് മാറാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിനുള്ള ഓലയും മടലൊക്കെ റെഡിയായ ഫ്ലാറ്റിന്റെ. ഇങ്ങോട്ട് വരുമാ. വരണം. മൂന്നാളും ഉണ്ടല്ലോ. വെച്ചക്കണുമ്മാ. പുട്ടുണ്ട് മക്കളെ, എടുക്കട്ടെ. എന്താ ഇറങ്ങൂല? പുറിഞ്ചുവിന് പുട്ട് വേണ്ട, എനിക്ക് രവിയുടെ പുട്ട് എടുത്തോളി. എടേ ഉമ്മേ പുട്ട് കൊണ്ടുവരുമ്പോൾ പറഞ്ഞാൽ മതി, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഒന്നും പറയൂല. ആ പുട്ടത്തേ മക്കളെ ഇത്രേ ഉള്ളൂ. മതി. നിനക്ക് വേണ്ടല്ലേ? എനിക്ക് ഇന്നലത്തെ മീൻ കറിയില്ല ഉമ്മ? ഇന്നലത്തെ നല്ല, കുറച്ച് ദിവസമായിട്ട് മീൻകറി ഇല്ല. ഉമ്മാനെ നമ്മളെ കോളേജിലെ പ്രിൻസിപ്പൾ അന്വേഷിച്ചു. എന്തിനാടാ? എന്തോന്നല്ല, എന്റെ ഉമ്മാനെ കാണണം. ഉപ്പനെ ഏതായാലും കാണാൻ പറ്റില്ല, ഉമ്മനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. നമുക്ക് നാളെ ഒന്ന് കോളേജിൽ പോയാലോ? നാളെ ഡോക്ടറുടെ പുരയില് പണിക്ക് പോകണ്ടേ മോനെ? നമുക്ക് വേറെ ദിവസം പോവാം. വേറെ ദിവസം പോകാനൊന്നും പറ്റില്ല, നാളെ എന്തായാലും പോകണം. നാളെ പോകാൻ പറ്റില്ലടാ. അങ്ങനെ പറഞ്ഞ പറ്റില്ല, നാളെ എന്തായാലും പോണം. എന്താണ് നാളെ തന്നെ പോണം നിർബന്ധം? അത് ഉമ്മ വേറൊന്നുമില്ല ഉമ്മ, ഞങ്ങളുടെ കോളേജ് അവിടെ വേറെ കുറേ പിള്ളേർ അവർ കോളേജിൽ വന്ന് അടിയുണ്ടാക്കി. അപ്പം ഞങ്ങൾ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയി അല്ലേ? അപ്പോൾ അവരൊക്കെ ഓടി. അപ്പോൾ അങ്ങനെ നമ്മളാണെന്ന് എല്ലാവരും പറഞ്ഞു. ഈ അടിയാടുന്ന കൂട്ടത്തിലേ ആ വേറെ വന്നില്ലേ അവന്മാരവിടെ കുറച്ച് ചെടിച്ചട്ടിയാ ജനല് അല്ലേ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച്. ഇപ്പൊ ഒരു ഭയങ്കര തെറ്റിദ്ധാരണ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്താണെന്ന് വെറുതെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ നാളെ ഉമ്മ പ്രിൻസിപ്പളിനെ കാണാൻ വരുമ്പോ പ്രിൻസിപ്പൾ നമ്മളെ പറ്റി അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ വിശ്വസിക്കരുത്, വെറുതെ പറയണ. സത്യം പറയടാ, നീയൊക്കെ കോളേജിൽ അടി ഉണ്ടാക്കിയോ? സത്യം പറയടാ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. അത് ചെറുതായിട്ട് നമ്മള് അവിടെ നമ്മള് നിരപരാധികളാണ് ഉമ്മ. നാളെ വന്ന് കോളേജിൽ വന്ന് പ്രിൻസിപ്പാളിനെ കണ്ടില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറ്റൂല. ഞാൻ വരൂല. ഒരു പാട് കഷ്ടപ്പെടുന്നത് ഞാൻ
വിചാരിച്ച ഉമ്മ വരുന്നാട്ടോ. ആകെ കലിപ്പായി. ഇപ്പോഴാണ് വാപ്പല്ലാത്തതിന്റെ വിഷമം മനസ്സിലാവുന്നത്. നിന്റെ വാപ്പ മരിച്ചത് എത്ര വർഷമാടാ? എനിക്ക് 6 വയസ്സുള്ള സമയം. 6 വയസ്സുള്ളപ്പോഴാ? ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. നേരത്തെ പോയല്ലേ, ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഇവിടെ തമാശ പറയണത്. ഡേയ്, എനിക്കൊരു ഐഡിയ വന്നു. എന്താണ്? എന്തായാലും നിനക്ക് വാപ്പയില്ല, കോളേജിൽ ആർക്കും അറിഞ്ഞൂടാ. ആ, നിന്റെ വാപ്പയായിട്ട് നാളെ കോളേജിൽ ഒരാളെ കൊണ്ടുപോയല്ല. എന്ത് പ്രാന്താണ് പറഞ്ഞത്? എങ്ങനെ? നിന്റെ വാപ്പയായിട്ട് നാളെ കോളേജിൽ ഒരാളെ കൊണ്ടുപോയല്ലാന്ന്. എവിടെ മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. നിന്റെ വാപ്പയായിട്ട് നമ്മൾ നാളെ ഒരാളെ കോളേജിൽ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ സുരേന്ദ്രനെ അവിടെ കൊണ്ടുപോയാലാ? സുരേന്ദ്രണ്ണ? ഇവിടെ എൻ്റെ അച്ഛൻ ലൈമാൻ സുരേന്ദ്രൻ. അത് കൊള്ളാം, അത് നന്നാവും. അപ്പൊ നിങ്ങൾക്ക് അച്ഛൻ വേണ്ടേ? എനിക്ക് അത് 3ാമത്തെ വിഷയമാണ്, നമുക്ക് പിന്നെ ആലോചിക്കാം. അതിനു മുമ്പ് നമുക്കൊരാളെ തപ്പുണ്ട്. അത് ആരാ? കുരുടി രാജു. ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വേണം. നിൽവാ, ചില കാര്യങ്ങൾക്ക് ചിലരെ പറ്റൂ. ധൈര്യമായിട്ട് വാ. സംഗതി ആൾമാറാട്ടോ. പിടിക്കപ്പെട്ട ക്രിമിനൽ കേസാ. എന്റെ ജീവിതം കോഞ്ഞാട്ടായി. നിങ്ങൾ കൂടുതൽ ജാടയൊന്നും പറയണ്ട, നടക്കില്ലെന്ന് പറ മച്ചമ്പി. ചുമ്മാ ഇരുടേ. ഇപ്പൊ നിനക്കൊരച്ഛൻ, ഇവനൊരു വാപ്പ, എല്ലാം കൂടി ഒരു കുറെ ചെലവ് വരുന്ന കേസാ. എത്ര രൂപയാവുന്ന പറ? എല്ലാം കൂടി ഒരു 2000 രൂപ വേണ്ടി വരും. 2000 രൂപയെ? എന്താടേ, വണ്ടിക്കൂലി, വള്ളക്കൂലി, മറ്റേ കൂലി, മറിച്ചു കൂലി എല്ലാം കൂടെ 2000 രൂപ വേണ്ടി വരും. കുറവാണ്ടേ? നമ്മളൊരു 10,500 എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. നാളെ കൃത്യമായിട്ട് വന്നാൽ മതി. അപ്പൊ നിനക്ക് അച്ഛൻ വേണ്ടേ? വേണം. അപ്പൊ 3000 രൂപ വേണ്ട. ഇല്ലെങ്കിലും നിനക്കൊന്നും അച്ഛൻ്റെ ആവശ്യമില്ല. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പോ നിന്റെ അച്ഛൻ ലൈമാൻ സുരേന്ദ്രൻ, ഇവന്റെ വാപ്പയുടെ പേരെന്തേ? ശുക്കു. അബ്ദുൾ ശുക്കൂർ. എന്താ 2 പേരാ? അബ്ദുൾ ശുക്കൂർ ഒറ്റ വാപ്പുള്ളൂ. അങ്ങനെ പറ. അപ്പൊ ലൈമാൻ സുരേന്ദ്രൻ, അബ്ദുൾ ഷുക്കൂർ രണ്ടുപേരും കൂടി കൃത്യം നാളെ 10-10 ആകുമ്പോ അവിടെ എത്തും. എത്തും. ധൈര്യമായിട്ട് വയ്ക്കോ. ധൈര്യമായിട്ട്. പോ. വരുമല്ലോ അല്ലേ? വരും. പോടേ. ധൈര്യമായിട്ട് പോടേ.